സംസ്ഥാനത്തെ ഏറ്റവും വലിയ തട്ടിപ്പുകളിലൊന്നായ പാതിവില തട്ടിപ്പ് കേസിൽ അന്വേഷണം CBIക്ക് വിടണമെന്ന് തട്ടിപ്പിന് ഇരയായവർ 5 മാസമായിട്ടും അന്വേഷണത്തിൽ പുരോഗതിയില്ല. സമഗ്ര അന്വേഷണം നടത്തിയില്ലെങ്കിൽ സെക്രട്ടേറിയറ്റിൽ അടക്കം പ്രതിഷേധം നടത്തുമെന്നും ഇരയായവർ പറഞ്ഞു. നിഷ ദിലീപാണ് വിവരങ്ങൾ നൽകുന്നത്. നിഷ, വിവരങ്ങൾ പറയൂ. വീണ, ഈ പാതിവില തട്ടിപ്പ് നടന്ന് 5 മാസം കഴിയുമ്പോഴും അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. കേസിൽ സമഗ്രമായ ഒരു അന്വേഷണം നടത്തിയില്ല എന്നാണ് ഈ തട്ടിപ്പിനിരയായ ആളുകൾ ആരോപിക്കുന്നത്. സംസ്ഥാനത്തെ ഏതാണ്ട് ആയിരക്കണക്കിന് സ്ത്രീകളെയാണ് ഇത്തരത്തിൽ പാതിവില തട്ടിപ്പിന്റെ പേരിൽ കബളിപ്പിച്ചത്. ഇവരെല്ലാവരും ചേർന്ന് പല സ്റ്റേഷനുകളായി കേരളത്തിലെ വിവിധ സ്റ്റേഷനുകളിലായി നിരവധി പരാതികൾ നൽകിയിട്ടുണ്ട്. എങ്കിലും പോലീസ് ഒന്നും ചെയ്യുന്നില്ല എന്നാണ് ഈ ഇരയായ ആളുകളുടെ ആക്ഷേപം. ഇതിൽ പ്രതികളായ അനന്തു കൃഷ്ണനെ അടക്കം വിളിച്ചു വരുത്തി മൊഴിയെടുത്തതല്ലാതെ മറ്റൊരു നടപടികളിലേക്കും പോലീസ് പോയിട്ടില്ല എന്നും ഇരയായ ആളുകൾ പറയുന്നുണ്ട്. കേസിൽ സമഗ്രമായ അന്വേഷണം വേണം. ഈ ഇരയായ ആളുകൾക്ക് ഇതുവരെ യാതൊരു തരത്തിലുള്ള നീതിയും കിട്ടിയിട്ടില്ല എന്നും അവർ ആരോപിക്കുന്നുണ്ട്. എന്തായാലും ഈ കേസിലെ പ്രധാന പ്രതിയായ അനന്തു കൃഷ്ണൻ അടക്കമുള്ള ആളുകളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ മൊഴിയിൽ പല ആളുകൾക്കായി ഇവരുടെ ഈ പ്രധാനമായും 4 അക്കൗണ്ടുകളിലേക്കാണ് തട്ടിപ്പിനിരയായ ആളുകൾ പണം നൽകിയത്. ഈ അക്കൗണ്ടുകളിൽ നിന്ന് മറ്റ് രാഷ്ട്രീയ നേതാക്കളുടെ അടക്കം അക്കൗണ്ടുകളിലേക്ക് പണം പോയിട്ടുണ്ട്. അനന്തു കൃഷ്ണൻ അടക്കമുള്ള ആളുകളെ വിളിച്ചു വരുത്തി മൊഴിയെടുത്തിട്ടുണ്ട്. ഇവരുടെ മൊഴിയിൽ പല ആളുകൾക്ക് ഈ തട്ടിപ്പ് പണത്തിന്റെ വിഹിതം നൽകിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. തട്ടിപ്പ് പണത്തിന്റെ വിഹിതം കൈപ്പറ്റിയ ആളുകളുടെ അടക്കം അക്കൗണ്ടുകൾ പരിശോധിക്കണമെന്നും ഈ അക്കൗണ്ടുകളിലേക്ക് എത്രത്തോളം രൂപ എത്തിയിട്ടുണ്ട് ഈ കണക്കുകളൊക്കെ പോലീസ് ശേഖരിക്കണമെന്നുമാണ് ഇരയായ ആളുകളുടെ ആവശ്യം. അതിനുശേഷം ഈ തട്ടിപ്പിനിരയായ ആളുകളുടെ അക്കൗണ്ടുകളിൽ നിന്ന് ആരുടെ അക്കൗണ്ടുകളിലേക്ക് പൈസ പോയിട്ടുണ്ട് ആ പണം കണ്ടെത്തി തട്ടിപ്പിനിരയായ ആളുകൾക്ക് നൽകണമെന്നും ഒക്കെ ഇവർ ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇക്കാര്യങ്ങളിലൊന്നും പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ പോലീസ് ഈ കേസിനെ കുറിച്ച് സമഗ്രമായ ഒരു അന്വേഷണം നടത്തുന്നില്ല എങ്കിൽ ഏത് ബാങ്കിലേക്കാണ് ഏത് ബാങ്കിൻ്റെ അക്കൗണ്ടുകളിലേക്കാണ് തങ്ങൾ പണം അടച്ചത് ആ ബാങ്കിൻ്റെ ശാഖകളിലേക്കും ഈ തട്ടിപ്പ് നടത്തിയത് പല രാഷ്ട്രീയ നേതാക്കളും പ്രമുഖരെയും ഒക്കെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് അവരുടെ വീടുകളിലേക്കും സെക്രട്ടേറിയറ്റിലേക്കും അടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തുമെന്നാണ് തട്ടിപ്പിനിരയായ ആളുകൾ പറയുന്നത്. വീണ.